ഈ വീഡിയോയ്ക്ക് എത്ര പ്രാവശ്യം വോയിസ് ഓവർ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. പനിയാണ് ഗൈസ്, അത് കാരണം വോയിസ് ഓവർ ചെയ്യാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ശ്വാസം മുട്ടുന്നു. ഇപ്പോൾ ചിലരെങ്കിലും ചോദിക്കാറില്ല, ഞങ്ങൾ ഒന്നും അന്വേഷിച്ചില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നല്ലേ. പനിയാണെന്നോ ശ്വാസം മുട്ടലാണോ എന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയാൻ തോന്നി, അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ചെയ്യാം. കമ്പിയും മാസ്കിംഗ് ടേപ്പും വീട്ടിലുണ്ടെങ്കിൽ, കുറച്ച് പെയിൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരു 5 to 10 minutes, അത് തന്നെ വേണ്ട. നമ്മൾ എത്രയും സ്പീഡിൽ ചെയ്യുന്നോ അത്രയും എളുപ്പത്തിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് ഏത് അളവിനാണോ ലീവ്സൊക്കെ വേണ്ടത് ആ അളവിന് കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് മാസ്കിംഗ് ടേപ്പ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒട്ടിച്ചെടുത്ത്, അത് കഴിഞ്ഞ് ലീഫിനെ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അതിൽ പെയിൻറ്റ് ചെയ്ത്, പിന്നെ സൈഡിൽ വെച്ചേക്കുന്ന എനിക്കൊരു പോട്ട്, ഐസ്ക്രീം മേടിച്ചപ്പോൾ കിട്ടുന്ന പോട്ടാണ്, അങ്ങനത്തെ പോട്ടുണ്ടെങ്കിൽ അത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ അത് ഫിക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ആ രീതിയിൽ നിങ്ങൾക്കത് വെക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പല പല ഐഡിയാസ് നമുക്കങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ വേറെ ഐഡിയാസ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും അതിൽ ഒന്ന് നോക്കാം, കമൻസൊക്കെ നോക്കുമ്പം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, മാസ്കിംഗ് ടേപ്പിനെ ലീഫിൻ്റെ ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. മാസ്കിംഗ് ടേപ്പ് പല സൈസിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുതാണ് എടുത്തേക്കുന്നത്. ഇത് ചെറുതും കിട്ടും, ഇതിലും വലുതുള്ളതും കിട്ടും. അപ്പം ഓരോരുത്തരുടെ ഐഡിയ കണക്കിരിക്കും വീട്ടിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ സിമ്പിളായിട്ടൊരു നോർമൽ ലീഫാണ് കട്ട് ചെയ്തെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ കളറിൽ പെയിൻ്റാണ് അടിച്ചു കൊടുത്തത്. അതും നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് ഷെയ്ഡിൽ ലീഫ് വേണം എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പോട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് തെർമോക്കോൾ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലേ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോസിൽ, മീഷോയിൽ നിന്ന് മേടിച്ച ക്ലേ ആണ്. അത് കുറച്ചെടുത്തു, റൗണ്ട് ചെയ്തിട്ട് ഇതിലോട്ട് തെർമോക്കോളിൽ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു തെർമോക്കോൾ മാറ്റിയതാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ ആ ക്ലേ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നില്ല, കുറച്ച് ഭാഗം ഫില്ലാകാതെ വെച്ചിരിക്കുകയാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തുമാത്രം വെച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞ് അതൊന്ന് പ്രസ് ചെയ്തൊന്ന് ലെവലാക്കി വെച്ചു. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലേയുടെ പുറത്ത് കളർ ചെയ്യാം. സാൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ വേറൊരു ഷെയ്ഡ് വല്ലതും കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തുണ്ടാക്കിയ ലീഫ് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതും നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിരിക്കും ലീഫ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ കുത്തണം എന്നുള്ളത്. ഞാനിവിടെ കുറച്ച് ബുഷിയായിട്ടുള്ള രീതിയിലാണ് കുത്തിവെച്ചത്. അങ്ങനെ എല്ലാം കുത്തിവെച്ച ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പ് ഫ്രണ്ടിലുള്ള കാരണം ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിന് മുമ്പ് ക്ലേ കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു ഫ്ലവർ, കുഞ്ഞു ഫ്ലവർ ഉണ്ടാകും, അത് വെച്ച് നോക്കി. പിന്നെ കുറച്ച് ബോൾസ് കണക്ക് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജ്വല്ലറി മേക്കിങ്ങിനുള്ളത്, അത് വെച്ച് നോക്കി. പിന്നെ ക്രോഷ്യോ വെച്ചിട്ട് ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കിയായിരുന്നു, അത് വെച്ച് നോക്കി. അങ്ങനെ പല പല മോഡലും ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് നല്ലതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിത് ഷോക്കേസിൽ വെക്കാം, ഡൈനിങ് ടേബിളിൽ വെക്കാം, ഒരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റിയൊരു ഐഡിയ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അവർ ചെയ്യട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയുള്ള വീഡിയോസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടൈപ്പ് ടു ഡ്രീംസിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടെയുണ്ട്. ആ പേജിൽ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെയാണ് ഇടുന്നത്, സെയിലിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അതിലേതെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് DM ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്സ്. ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം എല്ലാവരും. താങ്ക് യു.